ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഹലോ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് നമ്മൾ ഫുള്ള് ഒരു ലോങ് ഫോർമാറ്റ് വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ കുറേ ദിവസമായെന്ന് തോന്നുന്നു. ഏതായിരുന്നു ലാസ്റ്റ്? സ്ട്രേഞ്ചറാണെന്ന് തോന്നുന്നുണ്ട്. സ്ട്രേഞ്ചർ നമ്മുടെ കൂട്ടാൻ്റെ കല്യാണത്തിനൊക്കെ ശേഷം എല്ലാ പരിപാടിക്ക് ശേഷം ഞാൻ ഇപ്പോഴാണ് നിങ്ങൾക്ക് ഒരു ലോങ് ഫോർമാറ്റ് വീഡിയോ ആയിട്ട് വരുന്ന സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും തിരിച്ച് എറണാകുളത്തേക്കാണ്. ബിക്കോസ് എറണാകുളത്ത് എന്താ വീട്ടിലായിരുന്നു, വീട്ടിൽ നിന്ന് എറണാകുളം എത്തിയിട്ടുണ്ട്. വീട്ടിൽ പോകുമ്പോഴത്തേക്കും വ്ലോഗ് എടുക്കാനൊന്നും ഇതില്ല. വെച്ചാൽ ആലപ്പുഴയും ഓരോ കമ്പനിക്കാരില്ലാത്ത കാരണം അങ്ങനെ പോകാനൊരു ഇതുണ്ട്. അതുകൊണ്ടാണ്, മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ എറണാകുളത്ത് വന്നിരിക്കുന്നത് ഇന്ന് എന്ത് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു ഐഡിയ ഇല്ല. നമ്മളെന്തായാലും പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മളുടെ വയറ് നമ്മളോട് പറയുകയാണ്, വിശക്കുന്നല്ലോ ഭക്ഷണം തായോ എന്ന് വയറ് കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അന്നമാണ് ഉന്നം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാം. എന്ത് കഴിക്കുമെന്ന് ആലോചിച്ചപ്പെടുന്ന എൻ്റെ തലച്ചോറ് എന്നോട് പറയുന്ന സുഹൃത്തുക്കളെ, പൊറോട്ടയും ബീഫും എന്താണെന്നില്ല, ചില സമയത്ത് ഇങ്ങനെ ഓരോ തോന്നൽ വരും പൊറോട്ടയും ബീഫും കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നലുണ്ടായിരുന്നോ? ഇങ്ങനെ പൊറോട്ടയും ബീഫും കഴിക്കുക ആ ഒരു ക്രേവിങ് വരാറുണ്ടോ? എനിക്ക് ചില സമയത്തൊക്കെ അങ്ങനെ ക്രേവിങ് വരും. അത് എപ്പോഴും ഏറ്റവും കൂടുതൽ ക്രേവിങ് തന്നെ കൈ 10 പൈസ ഇരിക്കുമ്പോൾ റീല് തോന്നുമ്പോൾ ഓരോന്ന് ക്രേവിങ് വരുന്നത്. ഇപ്പോൾ എന്തായാലും നമുക്ക് പോയി പൊറോട്ടയും ബീഫും കഴിക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ പൊറോട്ട ബീഫ്. നല്ല അടിച്ച് പറപ്പിച്ചെടുത്ത പൊറോട്ട, അതിൻ്റെ പുറത്ത് ഗ്രേവി ഒഴിച്ചിട്ടുണ്ട്. കൺട്രോൾ കിട്ടണ്ട. കുറച്ച് ബീഫിന് ചെറുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് അടിയിൽ നിന്ന് എടുക്കണം പൊറോട്ട. അടിയിലെ പൊറോട്ട എടുത്ത് ഇങ്ങനെ കീറി എടുക്കണം. ഇങ്ങനെ കീറി എടുത്തിട്ട് ഒരു പീസിങ് എടുത്തിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. നോക്കി കൊടുക്കും. ഇങ്ങനെ കീറി എടുത്തിട്ട് ഇതിന് വല്ല വേറൊന്നുമില്ല. ഒബ്വിയസ്ലി വൈകുന്നേര സമയങ്ങളിൽ ഏറ്റവും ബെറ്റർ എനിക്ക് ഇഷ്ടം പൊറോട്ട ബീഫ് ചെയ്യാം. ഇനിയും കാണിച്ചെങ്കിൽ ഞാൻ കൊതിപ്പിക്കുന്നില്ല. ഓക്കെ, ബൈ. കഴിച്ചിട്ട് തരാം. കഴിക്കാൻ വന്നിട്ട് ചെറിയ മുതലാണ് ഇവരുണ്ട്. ഹലോ ചേട്ടാ നല്ല ഫുഡായിരുന്നു കേട്ടോ. ഇത് നല്ല ഫുഡായിരുന്നു. താങ്ക് യു. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. നല്ല ഫുഡായിരുന്നു. ഞാൻ ഇപ്പം എറണാകുളത്ത് കഴിച്ച് എനിക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ട് തോന്നിയ പൊറോട്ട ബീഫും എവിടുത്തെയാണ് നമ്മുടെ സബ്വേ റെസ്റ്റോറൻറ്റ്, നമ്മുടെ തൈക്കുടം പാലം എത്തുന്നതിന് മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട്. നിങ്ങൾക്ക് തൈക്കുടം പാലം ആ അണ്ടർപാസ് ഇറങ്ങത്തില്ലേ, അതിന് മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സബ്വേ റെസ്റ്റോറൻറ്റ്. നല്ല പൊറോട്ട ബീഫാണ്. പുള്ളിക്കാരൻ നല്ല കമ്പനിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പടം കാണാൻ തീരുമാനിച്ച്. ഏത് പടമാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെ ഗസ് ചെയ്യും. നിങ്ങൾക്കൊരു ടൈം ലാപ്സ് വെച്ചുതരാം. ഞാൻ ടിക്കറ്റ് എടുക്കുക, ഞാൻ ഒറ്റക്ക് പോയി ടിക്കറ്റ് എടുക്കുന്ന. അപ്പോൾ ടിക്കറ്റ് എടുക്കുന്ന സമയം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഗസ് ചെയ്യും ഏത് പടത്തിലേക്ക് പോകണമെന്നുള്ളത്. നമ്മൾ വന്നിരിക്കുന്ന ഫോറം മാളിലാണ്. 8:30 ഷോയാണ്. ഒരു കൂടുതൽ 8:30 ഷോയാണ്. ഇപ്പോൾ ഫോറം മാളിലാണ് വന്നിരിക്കുന്നത്. ഏത് പടമായിരിക്കും നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ തോന്നുന്നത്? ഗസ് ചെയ്യാൻ പറ്റുമോ? പറ്റുന്നവരാണെങ്കിൽ കറക്റ്റായിട്ട് വന്നു. ഞാൻ എന്തായാലും എന്നെ എപ്പോഴും വെച്ച് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ഗിഫ്റ്റ് വാങ്ങിച്ചു തരും. 100% ഷുവർ. നിങ്ങൾ ഗസ് ചെയ്യും. ഞാൻ ടിക്കറ്റ് എടുക്കുന്ന സമയമുണ്ട്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സാധാരണ ഞാൻ എറണാകുളം വന്നു കഴിഞ്ഞാൽ പോകുന്നത് സ്റ്റേഡിയത്തിലേക്കാണ് പോകുന്നത്. ഇന്ന് പക്ഷേ അവിടെ ആരും ഇല്ല. എനിക്കൊന്ന് അവരെല്ലാം വരുമ്പോൾ ലേറ്റ് ആവുന്നതാണ്. അത് കാരണം എന്ത് ചെയ്ത് നേരെ പടത്തിന് വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഒന്നെങ്കിൽ എവിടെയും കറങ്ങിയടിച്ച് നടക്കുക, അല്ലെങ്കിൽ സിനിമ വരിക. ഇതാണ് എൻ്റെ വെറുതെ ഇരിക്കാത്ത മെയിൻ ഹോബി എന്ന് പറയുന്നത്. അല്ലാണ്ട് വേറൊരു പണിയില്ല. നിങ്ങളൊരു മൂവി എന്തൂസിയാസ്റ്റ് ആണോ? എനിക്കിങ്ങനെ പടം കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ ഇറങ്ങുന്ന പടം എല്ലാം അപ്പോൾ കാണാറുണ്ട്. ഇപ്പോൾ കുറച്ചായി ഞാൻ കണ്ടിട്ട് ചില ടൈം കിട്ടാറില്ല. പിന്നെ ആ പീക്ക് ടൈം നോക്കി 100-400 രൂപ ടിക്കറ്റ് ഉണ്ടാക്കും. ഉയ്യോ, അതെന്ത് കത്തിയാണ്. അതെ, നിങ്ങളുടെ ഗസ് തെറ്റായിരുന്നു സുഹൃത്തുക്കളെ. ഞാനത് മറ്റേ പ്രണവ് മോഹൻലാലിൻ്റെ പടമല്ല ഞാൻ കാണാൻ വന്നത്. പ്രഡേറ്ററാണ് കാണാൻ വന്നത്. നിങ്ങളെല്ലാവരും വിചാരിച്ച ആ പടം കാണാൻ വരുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അല്ല, നമ്മൾ പ്രഡേറ്ററാണ് കാണാൻ വന്നത്. അതിൻ്റെ ഫുൾ നെയിം എനിക്ക് പറയാൻ പറ്റില്ല. മറ്റേ ഡൈസറെ കാണാൻ വരാനായിട്ട് എന്തോ എനിക്കത് കാണാനുള്ളൊരു ഹുക്ക് കിട്ടുന്നില്ല. എന്തോ കാണണം എന്നുള്ള തോന്നലോ അങ്ങനെ കാര്യങ്ങളൊന്നും വരുന്നില്ല. സോ അത് കാരണം എനിക്കിതിലൊക്കെ നമുക്കൊരു മനസ്സിലായി, ഒരു സാധനം കാണുമ്പോൾ കാണണം, അല്ലെങ്കിൽ പടം കാണണം എന്നുള്ളൊരു തോന്നുന്നുണ്ടല്ലോ, ആ സാധനം വരുന്നില്ലായിരുന്നു. സോ അത് കാരണം എനിക്കത് കാണണം എന്നുള്ളൊരു ഇൻട്രസ്റ്റും വരുന്നില്ല. അത് കാരണം ഞാൻ നിൽക്കുകയാണ്, എന്താണെന്നറിയില്ല. പക്ഷേ ഈ പ്രഡേറ്റർ കാണുന്ന എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ കൊച്ചുനാൾ കണ്ടോളുന്ന പെയിൻ മൂവിയല്ലേ, അർണോൾഡിൻ്റെയൊക്കെ മൂവിയല്ലേ. എൻ്റെ പോലെ എറണാകുളമൊക്കെ പറ്റേ പട്ടാളക്കാരായിട്ടൊക്കെ വന്ന് വെടിവെച്ചിട്ട് അങ്ങനെയൊക്കെ ഭയങ്കര സെറ്റപ്പ് അല്ലായിരുന്നു. അങ്ങനത്തെ ഒരു മൂവിയില്ല. അപ്പോൾ അത് കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നമ്മൾ ഫസ്റ്റ് കാണുന്ന ഇംഗ്ലീഷ് മൂവി എനിക്കൊന്ന് മിക്കവരും കാണുന്ന പ്രഡേറ്ററാണെന്ന് തോന്നുന്നത്. മിക്കവരും ഫസ്റ്റ് ടൈം കാണുന്ന ഇംഗ്ലീഷ് മൂവിയൊക്കെ അത്രയും വലിയ സെറ്റപ്പ് അങ്ങനെ വെടിവെപ്പ് ഇതൊക്കെ ഉള്ളത്. ഞാനതേ എനിക്ക് 1-2 സാധനം അങ്ങനെ വാങ്ങിച്ചിട്ട് കേട്ടെ. ഗൈസ്, നേരത്തെ ഒരു വീഡിയോ ഞങ്ങൾ കൂലങ്കശ എവിടെ പോയിരിക്കുക കൂലങ്കശമായ ഭയങ്കര ചർച്ച ചെയ്തുകൊണ്ട് ഭയങ്കരമായിട്ട് സംസാരിച്ചു തന്നെ വന്നിട്ടിരുന്നതാണ്.
ഞാൻ വെട്ടം കുറഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് എക്സ്പോഷർ കൂട്ടിയിട്ട് പുറകിൽ നിന്നൊക്കെ മോത്താൻ പറ്റി വെളുത്തിട്ട് പാർന്ന് കണക്കിരിക്കുന്നു. അതൊക്കെ റാ ഫുട്ടേജ് പോയി. നമ്മൾ ഏത് പടം കാണാൻ വേണ്ടി നിനക്കറിയാമോ? അത് ഞാൻ ഇത്തിരി പറഞ്ഞപ്പോഴത്തേലും എനിക്ക് മനസ്സിലായത്. നമ്മൾ പ്രൊഡക്ടർ കാണാൻ വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞെങ്കിൽ പ്രൊഡക്ടർ കാണാൻ വേണ്ടെന്നുള്ള കാര്യം എന്താ ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കുക. എടാ നീ ഫസ്റ്റ് പ്രൊഡക്ടർ കാണുന്നത് നമ്മൾ അർണോൾഡിനെ കാണുന്നത്. നീ ഇതുവരെ കണ്ടിട്ടില്ല? പ്രൊഡക്ടറിൻ്റെ ഒന്നും നീ കണ്ടിട്ടില്ല? ഇവമേ ഇനി ഒരു വരം വരുള്ളൂ. നോക്കിയേ, നീ ചിരിച്ചേ. നീ ഒന്നിട്ട് ചിരിച്ചടാ. കടൽ കാറ്റിൻ നെഞ്ചിൽ കനലായി വിരിഞ്ഞ സ്നേഹമുണർന്നു. അയ്യോ, കടൽക്കാറ്റിൻ നെഞ്ചിലില്ല, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ തമിഴ് റീമേക്ക് വിജയ് ഇതിലേക്കാണ്. അതുകൊണ്ട് കറക്റ്റ് അതാണ്, കറക്റ്റ് അത്, ഒരു മാറ്റവും ഇല്ല. വിജയുടെ 240p വിജയ് ഫ്രണ്ട്സിൻ്റെ ദിലീപിൻ്റെ 240p ആണ്. ഏതോ ബംഗാളിലേക്ക് ചെന്ന് പറഞ്ഞാൽ ഭയ്യ അച്ഛ കട്ട് കറന്ന് പറയാം. അവർ പറഞ്ഞ അച്ഛനെ കൊണ്ട് കട്ട് ചെയ്താൽ മതി എന്ന് ചോദിച്ച് കട്ട് ചെയ്തിട്ടാണ്. ആണാടാ, അത് അബദ്ധം പറ്റിയല്ലേ ഇത്? എങ്ങനെ പറഞ്ഞു വെട്ടിച്ചടാ നീ? എന്തായാലും ഇതിങ്ങനെ എന്താണ് ബസ് കട്ടാ? എന്നാലും ബസ്സൊന്നും ഇല്ലെന്ന്. എൻ്റെ ബസ്സൊന്നും ഇല്ല നിന്റെ തലയിൽ, മുടി മാത്രമല്ലേ. എങ്ങനെയുണ്ട് പ്രാസ കോമഡി? നല്ല കോമഡി അല്ലേ? നീ മറ്റേ പ്രണവ് മോഹൻലാലിൻ്റെ പടം കണ്ടോടാ? ഞാനാണ് പിന്നെ വിളിച്ചിട്ട് പടത്തിന് പോണത് അവിടെ. അതായത് ഈ ഒരു ഞാനാണ് ഇവന്മാരെല്ലാം പടത്തിന് വിളിച്ചിട്ടുണ്ട്. ഞാൻ പറയും പോകും, ഞാൻ ബുക്ക് ചെയ്യും, മേലെ വിളിച്ചിട്ടും പോകും. ഇതാണ് മെയിൻ പരിപാടി നടക്കുന്നത്. അല്ലാണ്ട് ഇവന്മാരായിട്ട് പടത്തിന് പോയ ചരിത്രമൊക്കെ കുറവാണ്. അങ്ങനെ ഇരുന്നപ്പോൾ വിഷ്ണുവിൻ്റെ മക്ഡൊണാൾഡ്സില എന്നിട്ട് ഐസ്ക്രീം കോച്ചാണ്. ഐസ്ക്രീം കഴിക്കണം. നമ്മൾ ഐസ്ക്രീം എടുത്തിട്ട് കേട്ടെ. മക്ഡിയുടെ ഇതുവരെ കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അറിഞ്ഞൂടാ. എന്തായാലും നമ്മൾ 2 വാങ്ങിച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ പൂക്കിയും കൂടെ ഐസ്ക്രീം ഡേറ്റ് വിത്ത് പൂക്കി കൊല്ല. പിണങ്ങിയെന്ന് അവനൊക്കെ എന്തിനാ പിണങ്ങണ? നീയും അവനും തമ്മിൽ എടാ നമ്മളിവിടെ സുബിനെന്ന് പറഞ്ഞ എടുത്തിട്ടുണ്ട്. അവനിപ്പോൾ വിളിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാനാണ് സിനിമ വിളിച്ചത്. അപ്പോൾ അവനെ പെട്ടെന്ന് പ്ലാൻ ആദ്യം പറയുമ്പോൾ കട്ട് ചെയ്തിട്ട് പറഞ്ഞു പിണങ്ങി എന്ന് പറഞ്ഞാൽ അവൻ സങ്കടപ്പെടുന്നു. അവൻ പിണങ്ങി പോയോണ്ടല്ലോ നീ പറഞ്ഞ പിണങ്ങി എന്നുള്ളത്. ഇതെന്തോ സെറ്റപ്പ് ഉണ്ട് വിഷ്ണു. ഞങ്ങൾ കല്യാണം കഴിപ്പിച്ചേക്കും. ആരെതിർത്താലും ഞാൻ നടത്തും നിങ്ങളുടെ കല്യാണം. ആരെതിർത്താലും എന്ത് നടന്നാലും ഞങ്ങൾ നിന്റെ കല്യാണം നടത്തിയിരിക്കും. ഒന്നുമില്ല. നിന്റെ മുഖത്തുണ്ടത്. അതിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടില്ലേ? അവൻ്റെ മുഖത്തൊരു വിഷമയില്ലേ? നടക്കട്ടെ. ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് സിനിമയ്ക്ക് കയറാൻ സമയം 8:30 ആയല്ലോ. പക്ഷേ 8:30 ഞാൻ പടം എന്നുണ്ടെങ്കിലും ഒരു 8:40 അവിടെ തുടങ്ങാനായിട്ടൊക്കെ അത്രയാവും. പരസ്യം കാണിക്കണ്ടേ? നീ വിഷമിക്കണ്ട. എടാ എല്ലാം ശരിയാവും, നമ്മൾ ശരിയാക്കി തരാം, പേടിക്കണ്ട. നീ വിഷമിക്കരുത്. അയ്യോ അവൻ ആ വഴി ഞാൻ ഈ വഴി റൗണ്ട് വെച്ച് അവന് നല്ല വിഷമമുണ്ട് അവൻ്റെ. നീ പോട്ടെ, നീ വിഷമിക്കാതെ. ഞങ്ങളുണ്ട് നിനക്ക്. നീ അതാണ് ഞങ്ങളൊരിക്കലും ഇങ്ങനെ കളിയാക്കണമെന്നല്ല. നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ ഞങ്ങൾ നടത്തി നിന്നിരിക്കും. നിനക്കൊരു വിഷ്ണു, നീ വെറുതെ അല്ലേ ഒരു പെണ്ണില്ലാത്തത്? എടാ ഗൈസ്, അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ ആദ്യത്തെ അതാക്കുമല്ലോ. നീ ആയല്ലോ, നീ അതാണല്ലോ. നിനക്ക് ഇതുവരെ ഒരു ലൈൻ സെറ്റായിട്ടില്ല, ഒന്നും സെറ്റായിട്ടില്ല. അപ്പം നമുക്ക് ഒബ്വിയസ്ലി ചിന്തിക്കുന്ന കാര്യം ഇതാണെന്നുള്ള സംഭവം. പക്ഷേ നമ്മൾ തിയേറ്റർ എത്തി, അകത്ത് കയറിയിട്ട് വരാം. ഇനി കാത്തിരിപ്പിൻ്റെ സമയങ്ങളാണ്. പക്ഷേ ഇതാണ് ഞാൻ പറയട്ടെ, ഇത് എന്താ പറയുക, കുറേ മണ്ണാമുറിയന്മാർ ഹിന്ദിക്കാരന്മാരൊക്കെ ഉണ്ട്, നോർത്ത് ഇന്ത്യൻസ് ആണുങ്ങളെ. യുവന്മാർ ഇതിൻ്റെ കട്ട് ഷോട്ടൊക്കെ എടുത്തിരുന്നു തിയേറ്ററിനകത്ത്. റീൽസിനൊക്കെ അങ്ങനെയാണ് ഞാൻ ഈ പണം നമ്മൾ റീൽസ് കൊണ്ടി പോകണത് കാണും. അപ്പോഴത്തേക്കാണ് അതിൻ്റെ താഴത്ത് കമൻറ്റ് ബോക്സും കാര്യങ്ങളൊക്കെ ഈ പടം റീസെൻ്റ്ലി ഇറങ്ങിയതായിട്ട് ഞാൻ കണ്ടത്. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ പടം ഇറങ്ങിയത് കണ്ടത്. ഞാൻ പിന്നെ 1-2 പേരുടെ സ്റ്റോറി കണ്ട് ഈ പടം ഇറങ്ങിയതിൻ്റെയൊക്കെ കിടിലം പടമെന്ന് പറഞ്ഞ് കാണുകയൊക്കെ ചെയ്ത്. ഈ സത്യം പറഞ്ഞ റീൽസിലൊക്കെ ഇതുപോലെ നമ്മുടെ വെച്ചലയിൽ കൊടുക്കണം. കേസിനൊന്നും പോകരുത്, കുട്ടിക്കണം, വെച്ചലയിൽ കൊടുക്കണം, നല്ല കീറുകണം. അത് പിന്നീട് വിടാനകത്ത് ആ വേദന കൊണ്ടിട്ട് അവൻ അടി കിട്ടുമല്ലോ എന്ന് പറഞ്ഞാൽ ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ ചെയ്യണം.
മനസ്സിലായ? വിഷമിക്കണ്ടടാ നീ. നീ വിഷമിക്കണ്ടടാ, നമ്മളെല്ലാവരും ഉണ്ട്, നമ്മളെല്ലാവരും ഇருக்கு, നമ്മതാ ഓക്കെ, നമ്മതാ എല്ലാവരും ഉണ്ട്, പേടിക്കണ്ട. ഇടയ്ക്ക് നമുക്ക് എല്ലാവരും എല്ലാം ശരിയാക്കാം. അതൊന്നുമല്ല, എനിക്ക് കാണേണ്ടതൊന്നുമല്ല. നീ ആ 3D ക്ലാസ്സിൽ വെച്ചിട്ടിരിക്കുക ഇരിപ്പ് കാണുന്നു അവിടെ. അടവയ്യോ കടൽ കാറ്റിൽ നെഞ്ചിൽ. അയ്യോ അയ്യോ അയ്യോ. എടാ എങ്ങനെയുണ്ടായിരുന്നു? കിട്ടിയിരുന്നല്ലോ, വേറെ ലെവൽ എക്സ്പീരിയൻസ്. പടം ഒരു തരി എവിടെയെങ്കിലും ലാഗ് ഉണ്ടെന്ന് പറയാൻ സമ്മതിച്ചല്ലോ. അത്രയും കിട്ടില്ല വെച്ചാൽ അത്രയും കിട്ടില്ല. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് നമുക്ക് അതിന് കണ്ണെടുക്കാൻ തോന്നിയിട്ടില്ല. അതിന് മാത്രം ഉണ്ട്. പക്ഷെ നല്ലൊരു സ്റ്റോറി തീമും നല്ലൊരു വൈബ് മേക്കിങ്ങും അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ കൊണ്ടുപോകുന്നൊരു പടം. നിങ്ങൾ അത് സത്യം പറഞ്ഞാൽ 3D കാണുന്നത് തന്നെയാണ്. 3D കണ്ട എക്സ്പീരിയൻസ് തന്നെയാണ്. 3D കണ്ടാൽ സൂചിക്കത്തില്ല, പക്ഷേ 3D സാധനങ്ങളുണ്ട്. പക്ഷെ എന്തോ ഒരു 3D അത്രയ്ക്ക് എഫക്റ്റ് കിട്ടും. അതുപോലെയല്ലടാ എഫക്റ്റ്. ഇതിൻ്റെ തിയേറ്ററിൻ്റെ പ്രശ്നമാണ്, പ്രിന്റിൻ്റെ പ്രശ്നമാണ്, എന്താണെന്നില്ല. അതിനെപ്പറ്റി ഗ്രാഹികമായി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരണം. ഇതെന്തുകൊണ്ട് അത്രയും നമുക്ക് അത്രയൊരു സുഖം വരാഞ്ഞ്, അല്ലെങ്കിൽ 3D വരാഞ്ഞാൽ എന്താണെന്ന് പറയണം. ഇന്നലെ ഷെഫ്കുലിയുടെ മീനിൻ്റെ ഒഫീഷ്യൽ ഇനാഗുറേഷൻ ആയിരുന്നടാ. എന്തായാലും സെറ്റായിരുന്നു. നിങ്ങളൊന്ന് കാണാൻ. എന്താ മറ്റേ പടം എന്താ നമ്മൾ കാണാൻ പോയത്? നിനക്ക് പേടിയുണ്ടോ മറ്റേ പടം കാണാൻ? ഡൈസിസറേ കാണാൻ പോകുന്നത് നിനക്ക് പേടിയുണ്ട്? നിനക്ക് പേടിയില്ല? അതെന്താ നിനക്ക് പേടിയില്ലത്? നമുക്ക് ഒരു ദിവസം രാത്രിക്ക് വരാം എല്ലാവരും. അവന്മാരെല്ലാവരും കൊണ്ടുവരാം. അടുത്ത ഷെഡ്യൂൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവന്മാരെല്ലാവരും കൊണ്ടുവരാം. ചലഞ്ച് ചെയ്യാം. പേടിക്കുന്ന അടുത്തിന് അടുത്ത ദിവസം മന്തി വാങ്ങിച്ചു തന്നെ. പേടിക്കുന്ന അടുത്ത ദിവസം മന്തി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ചലഞ്ച് ചെയ്യാം. ഈ പിള്ളേച്ചൻ്റെ ചായക്കട കൊള്ളാം. ഷെഫ് പിള്ളയുടെ ഓരോരോ ഇതൊക്കെ. നീ വിഷമിക്കണ്ട. നിന്റെ മൈൻഡ് ഇവിടെ ഇല്ല. നിന്റെ മൈൻഡ് അവിടെയാണ്. എന്ത് ചെയ്യാനാ കൂട്ടുകാരനായി പോയില്ലെന്നും പറയാൻ പറ്റില്ലല്ലോ. സീരിയസ്ലി പറഞ്ഞാൽ നിങ്ങൾ തിയേറ്റർ മസ്റ്റായിട്ട് വന്നിരുന്ന് കാണേണ്ട പടമാണിത്. തിയേറ്ററിൽ തന്നെ കാണണം. തിയേറ്ററിൽ കണ്ട് നിങ്ങൾക്ക് പിള്ളേരായിട്ടൊക്കെ വരാൻ പറ്റിയ പടം. പക്ഷേ പിള്ളേരൊക്കെ അത്ര വലിയ എനിക്കിഷ്ടപ്പെട്ട്. ചില സാധനമൊക്കെ ഉണ്ട് നിങ്ങൾ അയ്യോ കോമഡി സാധനമാണ്. അയ്യോ അങ്ങനെയൊക്കെ ഉണ്ട്. നൈസ് പടമാണ് കേട്ടോ. നമുക്ക് വെർത്താണ്, പൈസ കൊടുത്തത് വെർത്തായി. ചില പടമൊന്നും പോലല്ല. ഇനിയിപ്പോൾ നമ്മുടെ വേറെ എന്തൊക്കെയോ പടമൊക്കെ ഈ മാസമൊക്കെ റിലീസുണ്ട്. എടാ മമ്മൂക്കയുടെ പടം ഈ മാസമല്ലേ റിലീസ്? മമ്മൂക്കയുടെ പടം കൊണ്ട് എത്ര പടങ്ങളാണ്. ഫണ്ട് കുറേ കണ്ടെത്തണമല്ലോ ഈശ്വര. പണിയെടുക്കുക, പൈസ ഉണ്ടാക്കുക, തിയേറ്ററിൽ കൊണ്ട് കളയുക, ഇത് തന്നെയാണ് അവസ്ഥ. പിന്നെ ഞാൻ പറയട്ടാ, എൻ്റെ പ്രെഡേറ്റർ മൂവിയില്ലേ, എൻ്റെ പ്രെഡേറ്റർ മൂവിയുടെ ഫസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണിത്. നിൻ്റെ യെസ്, എൻ്റെ ഫസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പ്രെഡേറ്റർ മൂവിയുടെ. എന്തെങ്കിലും നൈസായിട്ട് പോകുന്നുണ്ട് കേട്ടോ. നൈസായിട്ട് സ്റ്റോറി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ഫൈറ്റിന് എല്ലാം ഉണ്ട്, BGM ഒക്കെ ഉണ്ട്. എല്ലാം നൈസ് രീതിയിൽ പോകുന്നുണ്ട്. കൂടുതൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാനുള്ള ത്രില്ല് പോകും. നിങ്ങൾ അത് പറയാണ്ടിരിക്കാനല്ല, നിങ്ങൾ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. ഇന്നലെ നമ്മളെ സ്റ്റോറി, BGM ഇതെല്ലാം ഉണ്ട്. സെറ്റ് സാധനമാണ്. പടം കണ്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ തിരിച്ച് റൂമിൽ വരുന്ന വഴിക്ക് നമ്മൾ എന്താ പറയുക, എനിക്ക് പെട്ടെന്ന് കോൾ വന്നു. എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോരേണ്ട ഒരു ചെറിയൊരു കാര്യം വന്ന് അങ്ങനെ നേരെ വീട്ടിലേക്ക് പോരേണ്ടി വന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ വീട്ടിൽ വെച്ച് മീഡിയ എടുക്കുന്നത്. പെട്ടെന്ന് തന്നെ പോരേണ്ടി വന്നു. ഞാൻ നേരെ വീട്ടിൽ അവിടെ വന്ന് പടം കഴിഞ്ഞിറങ്ങി പെട്ടെന്ന് തന്നെ പോരേണ്ടി വന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം.